गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൽ 65 ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത്. തുടർന്ന് 66-ാമത്തെ ശ്ലോകം. സ്വക്ഷസ്വംഗശതാനന്ദോ നന്ദിർജ്യോതിർഗണേശ്വരഃ വിജിതാത്മാ വിധേയാത്മാ സത്കീർത്തിച്ഛിന്ന സംശയഃ. സ്വക്ഷസ്വംഗശതാനന്ദോ നന്ദിർജ്യോതിർഗണേശ്വരഃ വിജിതാത്മാ വിധേയാത്മാ സത്കീർത്തിച്ഛിന്ന സംശയഃ. ഈ ഒരു ശ്ലോകത്തില് സ്വക്ഷഃ, സ്വംഗഃ, ശതാനന്ദഃ, നന്ദിഃ, ജ്യോതിർഗണേശ്വരഃ അല്ലെങ്കിൽ ജ്യോതിഃ ഗണേശ്വരഃ, വിജിതാത്മാ, വിധേയാത്മാ അല്ലെങ്കിൽ അവിധേയാത്മാ, സത്കീർത്തിഃ, ഛിന്ന സംശയഃ. ഇത്രയും നാമങ്ങളാ ഉള്ളത്. ആദ്യം തന്നെ സ്വക്ഷഃ എന്ന് പറയും. സ്വക്ഷഃ എന്ന് പറഞ്ഞാൽ ശോഭനമായ മനോഹരങ്ങളായ അക്ഷങ്ങളോട് കൂടിയവൻ. അക്ഷങ്ങൾ എന്നുള്ളത് എല്ലാ ഇന്ദ്രിയങ്ങളെയും സൂചിപ്പിക്കുന്ന ശബ്ദമാണെങ്കിലും മുഖ്യമായി കണ്ണ് എന്ന അർത്ഥത്തിലാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ മനോഹരങ്ങളായ ശോഭനങ്ങളായ കണ്ണുകളോടൊത്തവൻ സ്വക്ഷഃ. അല്ലെങ്കിൽ എല്ലാം നോക്കിക്കാണുന്ന, സർവപ്രപഞ്ചത്തിലെ സർവകർമ്മങ്ങളെയും കണ്ടറിയുന്ന സർവജ്ഞലക്ഷണമായ കണ്ണുകളോടുകൂടിയവൻ എന്നർത്ഥം വരും സ്വക്ഷഃ. രണ്ടർത്ഥവും നമുക്ക് അനുസന്ധാനം ചെയ്യാം. അതുപോലെ സ്വംഗഃ, സുഷ്ഠു ശോഭനമായ അംഗങ്ങളോടുകൂടിയവൻ. അപ്പൊ അവിടെ നമുക്ക് രണ്ട് തലങ്ങളിൽ അർത്ഥമെടുക്കാം. ഒന്ന്, ശോഭനങ്ങളായ മനോഹരങ്ങളായ അംഗങ്ങളോട് കൂടിയവൻ. ഭഗവാന്റെ കേശാദിപാദ വർണ്ണനം പ്രസിദ്ധമാണല്ലോ. കേശം മുതൽ പാദം വരെ സർവാംഗങ്ങളും സർവലക്ഷണയുക്തമായി മനോഹരമായിട്ടുള്ളവൻ. ഇത് ഭഗവാൻ നാരായണൻ മഹാവിഷ്ണു എന്ന അർത്ഥത്തിലായാലും ഇനി അവിടുത്തെ അവതാരമൂർത്തികൾ എന്ന അർത്ഥത്തിലായാലും ശരിയാണ്. രണ്ടായാലും മനോഹരങ്ങളായ ശോഭനങ്ങളായ അംഗങ്ങളോട് കൂടിയവൻ, അവയവങ്ങളോട് കൂടിയവൻ. ഇനി മറ്റൊരു തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ അവിടുത്തെ അംഗപ്രത്യംഗങ്ങളാണ്. സമസ്ത പ്രപഞ്ചവും. ഭൂമി അവിടുത്തെ പാദങ്ങൾ, അവിടെ നിന്ന് അങ്ങോട്ട് ദ്വിലോകം അവിടുത്തെ ശിരസ് അഥവാ മൂർധാവ്,
ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സമ്പൂർണമായിരിക്കുന്ന പ്രപഞ്ചവും അവിടുത്തെ അംഗപ്രത്യംഗങ്ങളാണ്. അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ അടങ്ങുന്ന സമ്പൂർണ്ണ പ്രപഞ്ചവും ആരുടെ അംഗങ്ങളാണോ അവൻ സ്വംഗഃ. ഈ രണ്ട് നിലയ്ക്കും നമുക്ക് അർത്ഥം മനസ്സിലാക്കാം. ശതാനന്ദഃ. ശതാനന്ദഃ ശതശബ്ദത്തിന് നമുക്ക് 100 എന്നർത്ഥം വാച്യാർത്ഥം എടുക്കാൻ വയ്യ. അപ്പോൾ അനേകം എന്ന ബഹു എന്ന ലക്ഷ്യാർത്ഥം എടുക്കണം. അനവധിയായ ആനന്ദത്തോടൊത്തവൻ, വളരെ അധികതരമായ ആനന്ദത്തോടൊത്തവൻ, ആനന്ദ സ്വരൂപൻ എന്നർത്ഥം. അഥവാ എല്ലാ പ്രകാരത്തിൽപ്പെട്ട ആനന്ദവും ആരുടേതാണോ അവൻ. ശതധാ വികസിതമായ വിപുലമായ ആനന്ദങ്ങൾ ആരുടേതാണോ അവനാണ് ശതാനന്ദഃ. നമുക്ക് ഉപനിഷത്തിൽ തൈത്തിരീയത്തിൽ പ്രധാനമായി ആനന്ദമീമാംസ പഠിക്കാം. അവിടെ ഒരു മനുഷ്യാനന്ദത്തിൽ ആരംഭിച്ച്, മനുഷ്യാനന്ദം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തതാണ്. കാരണം സർവലക്ഷണയുക്തനും അരോഗദൃഢഗാത്രനും സർവസമ്പൽ സമൃദ്ധനും സകല ഭോഗയുക്തനും എല്ലാവരെയും ഈശനം ചെയ്യാൻ കഴിവുള്ളവനും ഒക്കെയായ ഈ ഭൂമിയുടെ ചക്രവർത്തിക്ക് എത്ര ആനന്ദമുണ്ടോ അതാണ് ഒരു മനുഷ്യാനന്ദം എന്ന് പറയുന്നത്. അവിടുന്ന് അങ്ങോട്ട് ആരംഭിച്ച് ശതഗുണങ്ങളായി ഗന്ധർവന്മാരുടെയും ദേവഗന്ധർവന്മാരുടെയും കർമ്മദേവന്മാരുടെയും അജാനജാന ദേവന്മാരുടെയും അങ്ങനെ അങ്ങനെ ഉയർന്ന് ഇന്ദ്രന്റെയും ബ്രഹ്മാവിൻ്റെയും എന്നിങ്ങനെ എല്ലാ പ്രകാരത്തിലുമുള്ള ആനന്ദങ്ങളെക്കുറിച്ച് മീമാംസ ചെയ്യുന്ന ശ്രുതി ശതഗുണങ്ങളായിട്ടാണ് ഓരോന്നും പറയുന്നത്. അപ്പൊ ഒരു ആനന്ദത്തിന്റെ 100 ഇരട്ടിയായിട്ട് അടുത്ത ആനന്ദത്തെ പറയുന്നു. അങ്ങനെ ഓരോ 100 ഗുണം ആനന്ദത്തോടും ചേർന്ന് ശ്രോത്രിയനും അകാമഹതനുമായ ബ്രഹ്മനിഷ്ഠന്റെ ആനന്ദമാണ് എന്ന് പറയും. അങ്ങനെ ക്രമമായി ആനന്ദത്തെ 100 ഗുണിതങ്ങളായി ഉയർത്തി അനന്തമായ ആനന്ദത്തിലേക്ക് വരെ എത്തിച്ചേരുകയാണ്. ഇങ്ങനെ ശതഗുണം ആനന്ദം ആരുടേതോ അവനാണ് ശതാനന്ദഃ എന്ന് പറയാം. ഇപ്പൊ 2 രീതിയിലും അർത്ഥം മനസ്സിലാക്കൂ. തുടർന്ന് നന്ദിഹി. നന്ദിഹി എന്ന് പറയുമ്പോൾ നന്ദിപ്പിക്കുന്നവൻ അഥവാ ആനന്ദം സ്വരൂപമായവൻ. ഇപ്പൊ സ്വയം ആനന്ദ സ്വരൂപം, സ്വയം ആനന്ദിക്കുന്നവൻ, സർവരെയും ആനന്ദിപ്പിക്കുന്നവൻ, ഈ അർത്ഥങ്ങളൊക്കെ നന്ദി ശബ്ദത്തിന് നമുക്ക് പറയാം. തുടർന്ന് ജ്യോതിർഗണേശ്വര എന്നൊരു നാമമായിട്ടാണ് ഭഗവാൻ ഭാഷ്യകാരൻ എടുത്തിട്ടുള്ളത്. ജ്യോതിർഗണേശ്വര എന്ന് പറയുമ്പോൾ സകല ജ്യോതിർഗണങ്ങൾക്കും ഈശ്വരനായവൻ. സൂര്യൻ തുടങ്ങി അനേക കോടി ജ്യോതിർഗണങ്ങളുണ്ട്. ഒരു ജ്യോതിർഗണം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ അനേക ജ്യോതിസ്സുകളുണ്ട്. ഈ സമസ്ത ജ്യോതിർഗണങ്ങളുടെയും ഈശ്വരൻ ആരോ അവൻ ജ്യോതിർഗണേശ്വര. തമേവ ഭാന്തമനുഭാതി സർവം തസ്യ ഭാഷാ സർവമിതം വിഭാതി എന്ന് തുടങ്ങിയ ശ്രുതി ഇവിടെ അനുസന്ധേയമാണ്. പ്രകാശിക്കുന്ന അതിനെ എല്ലാം അനുപ്രകാശിക്കുന്നു. അതിൻ്റെ പ്രകാശത്താൽ എല്ലാം വിസ്പഷ്ടം പ്രകാശിക്കുന്നു എന്ന്.
യേന സൂര്യസ്തപതി തേജസ്സേദ്ധ എന്ന് ശ്രുതിയുണ്ട്. ഏതൊരു തേജസ്സിനാൽ ജ്വലിപ്പിക്കപ്പെട്ടിട്ടാണ് സൂര്യൻ തപിക്കുന്നതെന്ന്. അപ്പൊ സൂര്യാദി സകല ജ്യോതിസുകളെയും അവയുടെ ഗണങ്ങളെയും ഈശനം ചെയ്യുന്നവൻ ജ്യോതിർഗണേശ്വര. ഇവിടെ തന്നെ നമുക്ക് ജ്യോതിഹി എന്നും ഗണേശ്വര എന്നും രണ്ടായി പിരിക്കാം. അങ്ങനെ പറയുന്ന സമയത്ത് ജ്യോതി പ്രകാശരൂപം, പ്രകാശസ്വരൂപമായത് ജ്യോതിഷാമപി തജ്യോതിഹി എന്നൊക്കെയുള്ള ശ്രുതി സ്മൃതികൾ ഓർമ്മിക്കപ്പെടേണ്ടതാണ്. പ്രകാശിക്കുന്ന എല്ലാത്തിനും അത് പ്രകാശത്തെ നൽകുന്നതാണ്. അങ്ങനെ ജ്യോതിയാണ്. ആത്മജ്യോതി, ഞാനാകുന്ന ജ്യോതി. ഗണേശ്വര എന്ന് പറയുമ്പോൾ സകല ഗണങ്ങളുടെയും ഈശ്വരൻ. ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെ സകലവും ഗണങ്ങളാണ്. സകല ജീവരാശിയും ഗണങ്ങളാണ്. അവിടെ ദേവ, മനുഷ്യ, തിര്യഗ് യോനികൾ എന്ന് ഭേദപ്പെടുത്തേണ്ട ആവശ്യമില്ല. എല്ലാം ഗണങ്ങളാണ്. ആ ഗണങ്ങളുടെ മുഴുവൻ, ജീവഗണങ്ങളുടെ മുഴുവൻ ഈശ്വരൻ, നിയാമകൻ. സകല ജീവഗണങ്ങളും ആർക്കധീനമാണോ, സകല ജീവഗണങ്ങളുടെയും സൃഷ്ടിസ്ഥിതി സംഹാരാദി ആർക്കധീനമാണോ അവനാണ് ഗണേശ്വര. അങ്ങനെ ജ്യോതിഹി ഒരു നാമം, ഗണേശ്വര മറ്റൊരു നാമം. ഭഗവാൻ ഭാഷ്യകാരൻ സ്വീകരിച്ചതുപോലെ ആവുമ്പോൾ ജ്യോതിർഗണേശ്വര എന്ന് ഒരു നാമം. വിജിതാത്മാ, പൂർണ്ണമായി ജയിക്കപ്പെട്ട ആത്മഭാവത്തോടൊത്തവൻ. താത്പര്യം ആത്മജ്ഞാനത്തോടൊത്തവൻ. അഥവാ വിജിതമായ, പൂർണ്ണമായി നിയന്ത്രിക്കപ്പെട്ട, ജയിക്കപ്പെട്ട മനോബുദ്ധികളോടുകൂടിയവൻ. വിജിതാത്മാ. അഥവാ അധർമ്മരൂപികളായ അസുരന്മാരെ മുഴുവൻ തന്നെ ജയിക്കുന്ന ഭാവത്തോടൊത്തവനാരോ അവൻ വിജിതാത്മാ. ഇങ്ങനെ അനേക തലങ്ങളിൽ നമുക്ക് അർത്ഥം പറയാം. തുടർന്ന് വിധേയാത്മാ, വിധേയമായ ആത്മഭാവത്തോടു കൂടിയവൻ. തൻ്റെ തന്നെ ഇന്ദ്രിയ മനോബുദ്ധികളെല്ലാം ആർക്ക് വിധേയമാണോ, ആരുടെ നിയന്ത്രണത്തിനനുസൃതമാണോ അവനാണ് വിധേയാത്മാ. വിധേയാത്മാ, വിധേയമായ ആത്മാവോട് ഒത്തവൻ. ഇനി അവിധേയാത്മാ എന്നും പറയാം. ഭഗവാൻ ഭാഷ്യകാരൻ അവിധേയാത്മാ എന്നാണ് ഇവിടെ ഛേദിച്ചിട്ടുള്ളത്. അവിധേയാത്മാ എന്ന് പറയുമ്പോൾ ആർക്കും വിധേയമല്ലാത്ത ആത്മഭാവത്തോടൊത്തവൻ, ആരാലും വിധേയനാക്കപ്പെടാത്തവൻ, ആർക്കും കീഴ്പ്പെടാത്തവൻ എന്നർത്ഥം. ആസുരിക സ്വഭാവികളായ ആർക്കും തന്നെ കീഴ്പ്പെടാത്തവൻ അവിധേയാത്മാ എന്ന് പറയാം. അപ്പോൾ നമുക്ക് വിധേയാത്മാന്ന് കൊടുക്കാം, അവിധേയാത്മാന്ന് കൊടുക്കാം, രണ്ടും ശരിയാണ്. സത്കീർത്തിഹി, സത്കീർത്തിഹി, സത്കീർത്തിയോടൊത്തവൻ, എന്നും നിലനിൽക്കുന്ന കീർത്തിയോടൊത്തവൻ. അഥവാ സത്തായ കീർത്തിയോടൊത്തവൻ. സത്തായ കീർത്തി യശസ്സാണ്. അപ്പോ പരിപൂർണമായ യശസ്സോടൊത്തവൻ അഥവാ അക്ഷയ്യമായ നിലനിൽക്കുന്ന കീർത്തിയോടൊത്തവൻ, ഈ അർത്ഥം നമുക്ക് സ്വീകരിക്കാം. ഛിന്ന സംശയ, ഛിന്നമായ ഛേദിക്കപ്പെട്ട നിശേഷം നീങ്ങിയ സംശയത്തോടൊത്തവൻ.
സാക്ഷാത്കാര സമ്പന്നനായ വിജ്ഞാനിയിൽ, ഭഗവാനിൽ യാതൊരു പ്രകാരത്തിലുള്ള സംശയവും ശേഷിക്കുന്നില്ല. ഛിദ്യന്തേ സർവസംശയാഹ എന്ന് ശ്രുതി പറയുന്നത് ശ്രദ്ധിക്കുക. എല്ലാ സംശയങ്ങളും ഛേദിക്കപ്പെട്ടവൻ, ഛിന്ന സംശയ. ഇവിടെ ഭഗവാൻ ഭാഷ്യകാരൻ ശോഭനെ പുണ്ടരീകാഭേ അക്ഷിണി അസ്യൈതി, ശോഭനങ്ങളായ താമരദളം പോലുള്ള അക്ഷങ്ങളോട് കൂടിയവൻ എന്ന് സ്വക്ഷ ശബ്ദത്തിന് അർത്ഥം പറയുന്നു. ശോഭനാനി അംഗാനി അസ്യൈതി സ്വംഗഃ, ശോഭനങ്ങളായ അംഗങ്ങളോടൊത്തവൻ എന്ന് പറയും. നമ്മൾ ഈ വിഷയം വളരെ വിശദമായി ചിന്തിച്ചതാണ്. പിന്നെ ശതാനന്ദ എന്നുള്ളതിന് നമ്മൾ വിവിധ അർത്ഥതലങ്ങൾ പറഞ്ഞു. ഭാഷ്യകാരൻ പറയുകയാണ്, ഏകയേവ പരമാനന്ദ ഉപാധിഭേദാത് ശതഥാ ഭിദ്യതേതി. ഏകമായ പരമാനന്ദമാണ് ഉപാധിഭേദങ്ങളെ കൊണ്ട് പല പ്രകാരത്തിൽ വിഭക്തങ്ങളാകുന്നത്. ആ പരമാനന്ദ സ്വരൂപൻ ശതാനന്ദൻ. പരമാനന്ദ വിഗ്രഹനാണ്, പരമാനന്ദ സ്വരൂപനാണ് നന്ദി. നമ്മൾ ആനന്ദിപ്പിക്കുന്നവനെന്നും ആനന്ദിക്കുന്നവനെന്നൊക്കെ അർത്ഥം പറഞ്ഞു. ഇപ്പൊ പരമാനന്ദ സ്വരൂപൻ എന്നുള്ള അർത്ഥമാണ് ഭാഷ്യകാരൻ എടുക്കുന്നത്. അതുപോലെ നേരത്തെ നമ്മൾ ചിന്തിച്ചു, ജ്യോതിഹി എന്നൊരു ശബ്ദവും ഗണേശ്വരഹ എന്ന മറ്റൊരു ശബ്ദമായിട്ട് എടുക്കാം. രണ്ടിൻ്റെ അർത്ഥം പറയുകയുണ്ടായി. എന്നാൽ ഭഗവാൻ ഭാഷ്യകാരൻ ജ്യോതിർഗണേശ്വരഹ എന്ന് ഒന്നിച്ചാണ് എടുക്കുന്നത്. പറയുന്നത് ജ്യോതിർഗണാനാം ഈശ്വരഹ, ജ്യോതിർഗണേശ്വരഹ, ജ്യോതിർഗണങ്ങളുടെ ഈശ്വരൻ. തമേവ ബന്ധമനുഭാതി സർവം എന്ന ശ്രുതി അവിടെ സമുദ്ധരിക്കുന്നു. യദാദിത്യഗതം തേജോ ജഗദ്ഭാസയതേഖിലം എന്ന സ്മൃതിവാക്യവും ഉദ്ധരിക്കുന്നു. വിജിതാത്മാ വിജിതഹാം ആത്മാ മനോയേന, മനസ്സ് അന്ധക്കരണം ആരാൽ ജയിക്കപ്പെട്ടിരിക്കുന്നു അവൻ വിജിതാത്മാ. ന കേനാപി വിധേയാത്മാ സ്വരൂപമസ്യ, ആരാലും കീഴ്പ്പെടുത്തപ്പെടാത്ത സ്വരൂപത്തോടൊത്തവൻ അവിധേയാത്മാ. സതീ അവിതഥാ കീർത്തിരസ്യ ഇതി, ഒരിക്കലും ക്ഷയിക്കാത്ത കീർത്തിയോടൊത്തവൻ സത്കീർത്തി. കരതലാമലകവത് സർവം സാക്ഷാത്കൃതവതഃ ക്വാപി സംശയഃ നാസ്തി. കയ്യിൽ വെച്ച നെല്ലിക്കയെ പോലെ എല്ലാത്തിനെയും അറിയുന്ന വിജ്ഞാനിയെ സംബന്ധിച്ച് ഒന്നിലും ഒരിടത്തും സംശയമില്ല എന്നുള്ളത് കൊണ്ട് ഛിന്ന സംശയ. ഇവിധമാണ് ഇതിലെ നാമങ്ങൾക്ക് ഭാഷ്യകാരൻ അർത്ഥം പറഞ്ഞു തരുന്നത്. ഏതായാലും ഈ ശ്ലോകത്തിൽ സ്വക്ഷഃ, സ്വംഗഃ, ശതാനന്ദഃ, നന്ദിഃ, ജ്യോതിഃ, ഗണേശ്വരഃ, വിജിതാത്മാ, അവിധേയാത്മാ, സത്കീർത്തി, ഛിന്ന സംശയ എന്നിങ്ങനെ 10 പേരുകളാണെന്ന് പറയാം. അഥവാ ജ്യോതിർഗണേശ്വര എന്ന് ഒരു പേരായിട്ട് എടുക്കുമ്പോൾ 9 പേരാണെന്ന് പറയാം. അതുപോലെ വിധേയാത്മാ എന്നുള്ളത് അവിധേയാത്മാ എന്നും നമുക്ക് എടുക്കാം. ഇത്രയും പേരുകളാണുള്ളത്. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം പഠിക്കാം.